الحمد لله الكريم الوهاب الرحيم التواب غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إله الأولين والآخرين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള എൻ്റെ പിരിസത്തിലെ വിശ്വാസിനികളായിട്ടിക്കരെ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ്റെ ഓരോ നിയമങ്ങൾ കാത്തുസൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണകൂ. ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണം. അതുവേണ്ടി എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതായിട്ടിക്കരെ ഈ ജീവിതം, നമുക്ക് തന്നതായിട്ടിക്കരെ ഈ ജീവൻ, അത് ഒരു വിലപ്പെട്ട അമാനത്തായിട്ടിക്കർ ഉണ്ട്. ഇന്നത്തെ ഖുതുബയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിട്ടിക്കർ ഞാൻ സംസാരിക്കണോ ഉദ്ദേശിക്കുന്നത്. ജീവിതം കൊണ്ട് ചൊല്ലുന്നത് അതൊരു അമാനത്താണ്. അമാനത്തുണ്ട് ചെന്നെങ്കിൽ അത് പിടിയുള്ള കാര്യമാണ്. ഒരാളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിട്ടിക്കരെ ഒരു വസ്തു അയാൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ വളരെ സൂക്ഷ്മതയോടെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടിക്കർ അമാനത്തുണ്ട് ചൊല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് അല്ലാഹു നമുക്ക് ശരീരം നൽകി, ഒരു ജീവൻ നൽകി, ആത്മാവ് നൽകി,
ചിന്താശേഷി നൽകി. ഇതെല്ലാം അമാനത്തുകളാണ്. ഇതെല്ലാം അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയമായിട്ടും നിങ്ങളുടെ ശ്രവണ കാത്, ദൃഷ്ടി നിങ്ങളുടെ കണ്ണ്, ഫുആദ് നിങ്ങളുടെ ഹൃദയം, മനസ്സ്, ഇതെല്ലാം കാന അൻഹു മസ്ഊലാ, ഇതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യപ്പെടുന്നു. ഈ നിഅമത്തുകളെ സംബന്ധിച്ച്, ഈ അമാനത്തുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ്റെ ഖുർആനിൽ അല്ലാഹു അറിയിക്കണം. എന്തേ? സൂറത്ത് ഇസ്രായിൽ, സൂറത്ത് ബനു ഇസ്രായിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചുകൊണ്ട് അല്ലാഹു തആല ചൊല്ലുന്നു. ആദം സന്തതികൾക്ക് അല്ലാഹു തആല ആദരവ്, ഗൗരവം നൽകി. അല്ലാഹു തആല മറ്റു സൃഷ്ടികളെ പോലെയല്ല ആദം സന്തതികളെ അല്ലാഹു സൃഷ്ടിച്ചത്. ആദരവോടെയായിട്ടിക്കർ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആദരവോടെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യനിട്ട് ചൊല്ലുന്നത്. അവൻ്റെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവൻ്റെ ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ അവൻ്റെ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഗൗരവ, അതാണ് കറാമത്ത് എന്ന് അല്ലാഹു ചൊന്നത്. ഈ കറാമത്തിനെ നാം നമ്മുടെ ജീവിതത്തിൽ നല്ല പരിശുദ്ധിയിൽ നാം നിലനിർത്തുകയാണെങ്കിൽ മാത്രമായിട്ട് നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കറാമത്തായിട്ട് ആ സ്വർഗം നമുക്ക് നിലനിർത്തണകു ആവരുത്. അല്ല എങ്കിൽ ഇതിനെ നാം മലിനപ്പെടുത്തിയാൽ, ഇതിനെ നാം പ്രയാസപ്പെടുത്തിയാൽ നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഒരു ആദരവും അല്ലാഹു കൽപ്പിക്കൂല, ഒരു ഗൗരവവും അല്ലാഹു തആല കൽപ്പിക്കൂല, ഒരു മഹത്വവും അല്ലാഹു കൽപ്പിക്കുകയില്ല. ഈ യാഥാർത്ഥ്യം നാം നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിട്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ചിന്താശേഷിയെ നല്ലപോലെ പരിശുദ്ധിയിൽ കാപ്പാടണം, നിലനിർത്തണം. കാരണം അവ അമാനത്തുകളായിട്ടിക്കർ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടായിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ശരീരത്തെ, അവൻ്റെ ആത്മാവിനെ എല്ലാം തന്നെ അതിൻ്റെ സുരക്ഷയ്ക്ക്, അതിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ നിയമങ്ങൾ അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. വലിയ പ്രാധാന്യമാണ് അല്ലാഹു തആല അത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടായിട്ട് ആരാധനകൾ പോലും, അല്ലാഹ്ക്ക് നാം ചെയ്യരെ ഇബാദത്തുകൾ പോലും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുന്ന നിലക്ക് ആകാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട്, ഞാൻ രാത്രി മുഴുവനും ഉറങ്ങാതെ ഞാൻ നിസ്കരിക്കാം, ഞാൻ പകൽ മുഴുവനും എല്ലാ നാളും ഞാൻ നോമ്പ് പിടിക്കാണ്ട് പ്രതിജ്ഞയെടുക്കണക്ക് വന്നതായിട്ടിക്കരെ ഒരു ശിഷ്യനെ, ഒരു പ്രവാചകൻ്റെ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അയാളുടെ ചൊന്നത് അങ്ങനെ ചെയ്യണക്ക് പാടില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് സംഗതി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട്, എന്തേ വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ വഇന്ന ലിഐനിക അലൈക ഹഖ്ഖാ, മനുഷ്യ നിൻ്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട്. ആ ശരീരത്തെ നീ നല്ല പോലെ അപകടത്തിൽപ്പെടുത്താതെ നീ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വഇന്ന ലിഐനിക അലൈക ഹഖ്ഖാ, നിൻ്റെ കണ്ണുകും നിൻ്റെ കണ്ണുകും നിനക്ക് വലിയ കർത്തവ്യമുണ്ട്, ബാധ്യതയുണ്ട്. അതേ നിൻ്റെ ശരീരത്തിൻ്റെ, നിൻ്റെ അംഗാംഗങ്ങളുടെ ഓരോ അവയവത്തിനെയും അതിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടിക്കരെ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ യാത്രാ സന്ദർഭങ്ങളിൽ യാത്രക്കാരോട്, രോഗികളോട്
നോമ്പ് നിർബന്ധമില്ല എന്ന് ഇസ്ലാം പിടിപാട്ടുന്നത്. അത് റമദാനല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞത് എന്ത് കയറ്റിക്കറ്? നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആത്മാവിന് അത്രമാത്രം പ്രാധാന്യമാണുള്ളത്. അതിൻ്റെ സുരക്ഷ നമ്മുടെ ബാധ്യതയായിട്ടിക്കറ്. ഇതേപോലെ തന്നെ ആയിട്ടിക്കർ ശരീരത്തെ പോലെ നമ്മുടെ ആത്മാവുണ്ട് ചൊല്ലരുത്. അതിൻ്റെതായിരിക്കുന്ന തസ്കിയത്ത്, അതിൻ്റെതായിരിക്കുന്ന സംരക്ഷണം, അതിൻ്റെതായിരിക്കുന്ന നന്മ നിലനിർത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയായിട്ടിക്കർ. അതിൽ കുറത്തുണ്ടാകണു പാടില്ല, അതിൽ വീഴ്ച ഉണ്ടാകണു പാടില്ല. ഏതെങ്കിലും നിലയ്ക്ക് വീഴ്ച വന്നാൽ അത് മരണാനന്തര ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ നിലയ്ക്ക് ഈ കാര്യം ചൊന്തോ. സൂറത്ത് നിസായിൽ വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. അല്ലാഹു തആല ചൊല്ലരുത് വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളുടെ ആത്മാക്കളെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ വധിക്കരുത്. കാരണം ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അല്ലാഹു തആലാക്ക് നിങ്ങളോട് വലിയ കൃപയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ചൊല്ലുന്നത്. മനുഷ്യനോട് അല്ലാഹു തആല ചൊല്ലുന്നത് വലിയ കൃപയുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അല്ലാഹു തആല തന്നത്. നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുതെന്ന് ചൊന്നെങ്കിൽ നിങ്ങളുടെ ശരീരം അതിൽ ഉൾപ്പെടരുത്. അതേപോലെ നിങ്ങളുടെ ആത്മാവ് ഉൾപ്പെടുന്നുണ്ട്. ഒന്നിനെയും നാശത്തിൽ അകപ്പെടുത്തുന്നത് പാടുള്ളതല്ല എന്ന് അല്ലാഹു തആല ചൊല്ലുറു. അതുകൊണ്ടാണല്ലോ ഒളു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം ആരാധനകൾ എത്രമാത്രം വിട്ടുവീഴ്ചകൾ, ഒരുപാട് എക്സ്ക്യൂസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു യാത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസിനെ ഒരു യാത്രയിൽ അമീറായി നിയമിക്കറ്. ആ യാത്രയിൽ ഒരു നാൾ അദ്ദേഹത്തിന് ജനാബത്ത് രാത്രി ഉറങ്ങിയ സന്ദർഭത്തിൽ സ്വപ്നത്തിൽ സ്ഖലിച്ചു. സ്വപ്നസ്ഖലനമുണ്ടായാൽ എന്ത് ചെയ്യണം? കുളി നിർബന്ധമായിട്ട്. വലിയ അശുദ്ധി ഉണ്ടാണ് അതൊക്കെ ചെല്ലുന്നത് അല്ലേ? വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. പക്ഷെ വല്ലാത്ത കോൾഡായ ഒരു പ്രഭാതമായിട്ട് വല്ലാത്ത തണുപ്പാണ്. അയാൾ കുളിക്കരുത് ബദലായിട്ട് തയമ്മം ചെയ്തിട്ട് അയാൾ നിസ്കരിച്ചിട്ട്, ആ സഹാബി തയമ്മം ചെയ്ത് നിസ്കരിച്ചിട്ട് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഇമാമത്തും കൂടി നിന്നിട്ട് അയാൾ നിസ്കരിച്ചിട്ട്. ഇത് സഹാബികൾക്കെല്ലാം പിടിയുണ്ടോ? നമ്മളുടെ ഇടയിലാണെങ്കിൽ എന്താകും, വലിയ കുഴപ്പങ്ങളുണ്ടാവും. ഇമാമത്തുണ്ട്, പക്ഷേ ഒന്നും സഹാബികൾ അയാളോടൊന്നും പറഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അമീറായി നിയമിച്ചതാണ്. അമീറിനെ അനുസരിക്കണം, അയാളോട്ടൊന്നും ചൊന്നില്ല. എന്നിട്ട് മദീനയിലേക്ക് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഈ സംഗതി ചൊന്തു. നബിയെ, തണ്ണി ഉണ്ടായിട്ടും അതാ നിങ്ങളെ അയച്ച നമ്മുടെ നേതാ അമീർ, അയാൾ നമുക്കെല്ലാം നിസ്കാരം തയമ്മം ചെയ്തിട്ട് കുളിക്കാണ്ട് ഞങ്ങൾക്ക് ഇമാമായി നിന്നിട്ട് നിസ്കരിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിനെ വിളിപ്പാട്ടിത്ത്, അംർ ഇബ്നുൽ ആസിനെ വിളിപ്പാട്ടിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ട്, എന്താണ് നീ ചെയ്തത്? വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാണ്ട് നീ എങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിച്ചത്? ആ സമയത്ത് അദ്ദേഹം ചൊല്ലു, യാ റസൂലല്ലാഹ്, വല്ലാത്ത തണുപ്പുണ്ടായിട്ട് നബിയെ, എൻ്റെ ശരീരം തന്നെ നശിഞ്ഞു പോകുമോ, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ട് ഞാൻ തയമ്മം ചെയ്തതാണ് നബിയെ എന്ന് ചൊന്തു. റസൂലുള്ളാഹിന്റെ അയാൾ ചൊല്ലു, അല്ലാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ ഒരു ആയത്തുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഓതിയ ആയത്ത്, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അല്ലാഹു ഇങ്ങനെ ചൊല്ലുറല്ലേ, നിങ്ങളെ കൊല്ലരുതിട്ട് അല്ലാഹു ചൊല്ലുറല്ലേ എന്ന ഈ ആയത്തും കൂടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഓതി കേൾപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല, മൗനം. പുഞ്ചിരിച്ചു, ചെറിയ രീതിയിലൊന്ന് ചിരിച്ച് മൗനം. റസൂലുള്ളാഹിന്റെ മൗനം ഇസ്ലാമിലത് അംഗീകാരം, അത് തെളിവാണ്, അത് ഹുജ്ജത്താണ്. ചെന്നെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം എന്നായിരുന്നു അതിനർത്ഥം. റസൂലുള്ളാഹിന്റെ മൗനം, റസൂലുള്ളാഹിന്റെ വാക്കുപോലെ
റസൂലുള്ളാഹിയുടെ പ്രവൃത്തി പോലെ ഇസ്ലാമിലത് തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ എന്തൊക്കെ നീ തയമം ചെയ്ത് നിസ്കരിച്ചെന്ന് ചൊന്ന് അയാളെ അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് നീ നിസ്കാരം മുടക്കണുണ്ട് ചൊന്നില്ല. അയാളെ പിന്നിൽ നിന്ന് സഹാബത്തിലിട്ട് നിങ്ങൾ നിസ്കാരം മുടക്കണുണ്ട് ചൊന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം മനുഷ്യൻ്റെ ശരീരം, മനുഷ്യൻ്റെ ആത്മാവ്, അതിൻ്റെ സുരക്ഷിതമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾ കൊല്ലരുത്, മരണത്തിന് കാരണമാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ ഭാഗത്തുണ്ടാകണത് തീര. അതുകൊണ്ടാണല്ലോ ആത്മഹത്യയെ വളരെ കഠിനമായ ഭാഷയിൽ ഇസ്ലാം എതിർത്തിട്ടുള്ളത്. സൂയിസൈഡിനെ വളരെ കഠിനമായ നിലക്ക് എതിർത്തത് എന്തുകൊണ്ടാണ്? ആരാണ് ഈ ആത്മാവ് കൊടുത്തത്? അയാളെ സ്വന്തം അവകാശമാണോ? അയാളുടെ സ്വന്തം വകയായിട്ട് അയാളുടെ ഉമ്മയോ അബ്ബയോ അയാൾ കൊടുത്തതാണോ? അല്ലല്ലോ. വനഫഖ ഫീഹി മിർ റൂഹി വബദഅ ഖൽഖൽ ഇൻസാന മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കളിമണ്ണിൽ നിന്നിട്ട് സൃഷ്ടിച്ച് അവൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തി. മനുഷ്യന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അവൻ്റെ ശരീരമാണ്. വബദഅ ഖൽഖൽ ഇൻസാന മിൻ തീൻ. മനുഷ്യനെ അല്ലാഹു തആല കളിമണ്ണിൽ നിന്നിട്ട് സൃഷ്ടിച്ച് അവൻ്റെ ശരീരത്തെ രൂപപ്പെടുത്തി. ഇത് ഒന്നാണ് ശരീരം. രണ്ടാമത് വനഫഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹു അവൻ്റെ ആത്മാവിൽ നിന്നിട്ട് അല്ലാഹു തആല ഊതി. ഒന്ന് ശരീരം, മറ്റൊന്ന് ആത്മാവ്. ഇത് രണ്ടും അമാനത്തുകളാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് മരിച്ച മനുഷ്യൻ കാലകാലം നരകത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, മൻ ഖതല നഫ്സഹു ബിഹദീദ, ആരെങ്കിലും അവൻ്റെ സ്വന്തം ശരീരത്തെ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് കൊലപ്പെടുത്തിയാൽ, തൽവാർ പോലോത്ത, ഇരുമ്പ് പോലോത്ത, വാള് പോലോത്തത് കുത്തിയിട്ട് അവൻ്റെ ശരീരത്തിന് മുറിവേൽപ്പിച്ചിട്ട് ഗായം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും മരിച്ചാൽ, ആരെങ്കിലും അവൻ്റെ ശരീരത്തെ കൊലപ്പെടുത്തിയാൽ, യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം, നാളെ ജഹന്നമിലേക്ക് അവനെ പ്രവേശിപ്പിച്ചതിന് ശേഷം അവൻ്റെ ഭയത്തുക അവൻ ഇങ്ങനെ കുത്തി 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 അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മരിക്കൂല. ആത്മഹത്യ പ്രവണത അവൻ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് റസൂല് പറയുന്നു. ഖാലിദം മുഖല്ലദാ, കാലാകാലം. ഇത് ഇരുമ്പ് കുത്തിയിട്ട് മരിച്ചവൻ, ആത്മഹത്യ ചെയ്തവൻ. ഉമൻ ശരിബ സുമ്മ, ഇനി വിഷം കുടിച്ചിട്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, അങ്ങനെ അവൻ്റെ നഫ്സിനെ അവൻ കൊലപ്പെടുത്തിയാൽ, അവൻ നാളെ നരകത്തിലും അങ്ങനെ തന്നെയാണ്. യതഹസ്സാഹു ഫീ നാരി ജഹന്നം, ജഹന്നമിൽ കടന്നിട്ട് ആ വിഷം ഇങ്ങനെ അവൻ മോന്തി അവനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഖാലിദം മുഖല്ലദ്, അങ്ങനെ അവൻ ആ വേദന, ആ നോവ്, കഠിനമായ നോവ്, ആത്മഹത്യ ചെയ്യുമ്പോഴുള്ള നോവ്, അത് അയാൾക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ. അത് അങ്ങനെയാണ് പറയപ്പോൾ, അത്രമാത്രം വലിയ വേദന. ഒരിക്കൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രണ്ടാമതവൻ ആത്മഹത്യക്ക് മുതിരിലാണ് ആൾമാർ ചൊല്ലുന്നത്. കാരണം അത്ര വേദന, അത്ര നൊമ്പലുണ്ടാവുണ്ടാണ്. അപ്പോൾ അത് നരകത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. റസൂൽ പിന്നെയും ചൊല്ലു, ഒരു വലിയ പർവ്വതത്തിൽ നിന്നിട്ട് പോന്നിട്ടാണ് അവൻ്റെ ശരീരത്തെ, അവൻ്റെ ആത്മാവിനവൻ കൊലപ്പെടുത്തിയതെങ്കിൽ, അതേപോലെ നാളെ നരകത്തിൽ കടന്നിട്ടും പർവ്വതത്തിൽ നിന്നിട്ടിങ്ങനെ വീണിട്ട് അവൻ അല്ലാഹു തആല വീഴ്ത്തിയിട്ട് ആ നിലക്ക് അവൻ ആത്മഹത്യ പ്രവണത തുടർന്നു കൊണ്ടിരിക്കും. ഇതേപോലെ ഏത് നിലക്കാണോ ഒരാൾ നദിയിലേക്ക് വീണ്, ഒരാൾ കിണറിലേക്ക് വീണ്, ഒരാൾ ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ച്, ഏത് നിലക്ക് മരിച്ചാലും, ഏത് നിലക്ക് അവൻ ആത്മഹത്യ ചെയ്താലും ഈ ആത്മഹത്യ പ്രവണത അവിടെ നാളെ നരകത്തിൽ കാലാകാലം അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തും ആത്മാവുക്കും അല്ലാഹു നൽകിയ സുരക്ഷിതത്വം അത് അമാനത്തായിട്ടിക്കറാം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്താശേഷിയിട്ട് ചൊല്ലുന്നത് ശരീരം, അതേപോലെ നമ്മുടെ ആത്മാവ്, ചിന്താശേഷി, അതും അല്ലാഹു നമുക്ക് നൽകിയ അമാനത്തായിട്ടിക്കറെ. അതിനെയും നശിപ്പിച്ചാൽ നാളെ പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ചൊന്നത് പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ, നിശ്ചയമായും ഖംർ, മദ്യപാന,
വൽ മൈസിർ ജൂജാട്ട, അതേപോലെ തന്നെ വൽ അൻസാബ് ബലിപീഠങ്ങൾ, വൽ അസ്ലാം ഭാഗ്യങ്ങൾ പരീക്ഷിക്കൊണ്ടുള്ള ബാണകൾ, അമ്പുകൾ, റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതെല്ലാം പൈശാചികമായിട്ടിക്കരെ, നീചകൃത്യങ്ങളായിട്ടിക്കറ്. നിങ്ങളതിനെ പൂർണ്ണമായും വർജിക്കണം. അത് പൈശാചികമായ കൃത്യങ്ങളാണ്, അതിൻ്റെ പിന്നിലിക്കരുത് പിശാചാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുന്നത് നോക്കൂ, എന്താണ് ശൈത്താൻ പിശാച് ഉദ്ദേശിക്കുന്നത്? ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. മദ്യപാനത്തിലും ചൂതാട്ടത്തിലും മറ്റുമെല്ലാം തന്നെ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ വൈരത്വമുണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ടിക്കറ്, വിദ്വേഷം ദേഷ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ടിക്കറ്, നിങ്ങളുടെ ഇടയിൽ നഫ്രത്തുണ്ടാക്കുന്നതിന് വേണ്ടിയായിട്ടിക്കറ്. അങ്ങനെ പരസ്പരം ദേഷ്യവും വൈരത്വവും നഫ്രത്തും ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിങ്ങളുടെ കുടുംബം, ഫാമിലികൾ താറുമാറാക്കുക. ഫാമിലികൾ താറുമാറാകുമ്പോൾ സൊസൈറ്റികൾ, സമാജങ്ങൾ താറുമാറായി മാറും. താറുമാറായി നശിഞ്ഞു പോകും. അങ്ങനെ സംസ്കാരം തന്നെ നശിഞ്ഞു പോകും. ഇതാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. തീർന്നില്ല, വയസുദ്ധക്കും മൻസിക്കിരില്ല, അല്ലാഹുവിൻ്റെ സ്മരണയിൽ നിന്നിട്ട് നിങ്ങളെ പൂർണ്ണമായും നിങ്ങളെ തടയും. പിന്നെ അള്ളാഹുവിൻ്റെ സ്മരണ ചൊല്ലി നിങ്ങൾക്കുണ്ടാവില്ല. പൂർണ്ണമായും നിങ്ങൾ അള്ളാഹിൻ്റെ സ്മരണയിൽ നിന്നിട്ട് നിങ്ങളവൻ തടയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് ചിന്താശേഷിയെ നശിപ്പിക്കുന്നു മദ്യപാനം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ അമല് പദാർത്ഥങ്ങളും നിഷിദ്ധമാണ്. എന്തിനാ മുസ്കിരുണ്ട് ചെന്നെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ മറച്ചു കളയരുത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ അവർ താൽക്കാലികമായി മറച്ചു കളഞ്ഞാൽ, ബുദ്ധി ഇല്ലാണ്ടായാൽ അവനക്ക് അവൻ്റെ സ്വന്തം ഉമ്മയെ തിരിച്ചറിയാൻ സാധിക്കാതെ പണ്ട്. ലഹരി പദാർത്ഥം ചെന്നെങ്കിൽ അങ്ങനെയാണ്. അവൻ്റെ സ്വന്തം സഹോദരിമാർ, ജ്യേഷ്ഠാനുജത്തിമാർ അവനെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. ബുദ്ധിയില്ല, ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിയെയും ചിന്താശേഷിയും നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനെ നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തുകൊണ്ടാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കെടുതികളിൽ വെച്ച് ഏറ്റവും വലിയ കെടുതിയിട്ട് ചൊല്ലുന്നത് ലഹരിയായിട്ടിക്കറ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തിലെ ശാപമായി, ഭീഷണിയായി ഈ ലഹരി പദാർത്ഥങ്ങൾ മാറിക്കഴിഞ്ഞു എന്നതാണ്. ഓരോ ഔത്തും ഓരോ അകയിലും ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാതില്ല എന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ വീട്ടിൻ്റെ യജമാനത അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചീത്ത കൂട്ടുകെട്ടിലൂടെ, ചിലപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, മാർക്കറ്റുകളിലൂടെ, അതല്ലാത്ത പല മാർഗങ്ങളിലൂടെ ലഹരി മനുഷ്യനിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നാം കാണുന്നത്. വലിയ ഭീഷണി. ഇന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നാം ലോകത്ത് കാണുന്നുണ്ട്. ഭീകരവാദം, അല്ലേ, ആതങ്കവാദം, ഭീകരവാദം തുടങ്ങിയ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത്? ഇതിൻ്റെ പിന്നിലുള്ളത് ലഹരി മാഫിയകളാണ്. എത്രത്തോളം ചെന്നെങ്കിൽ ഇസ്ലാമിക സ്ഥാപനങ്ങളിലേക്ക് പോലും ഈ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുവാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ലഹരി മാഫിയകളിൽ നിന്നിട്ട്. വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട കാര്യമാണ്. കാരണം എന്ത്? ഇസ്ലാം വളരെ ശക്തമായ നിലക്ക്, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്തെല്ലാം ശക്തമായ നിലക്കാണ് ഈ ലഹരി പദാർത്ഥങ്ങളെ എതിർക്കുന്നത്, ആക്ഷേപിക്കുന്നത്, ഇതിനെതിരായിട്ടുള്ള സമരമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആളുകളായി മാറിയാൽ ലഹരി മാഫിയകൾക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ സ്ഥാപനങ്ങളുടെ ഉൾഗത്ത് തന്നെ, ഖുർആനും ഹദീസും പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉൾഗത്ത് തന്നെ ആ ലഹരി പദാർത്ഥങ്ങൾ എത്തിപ്പെടുത്തുകൊണ്ടുള്ള ശ്രമങ്ങൾ വളരെ നിഗൂഢമായ നിലക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യബോധമുള്ളവരാകണം, പണ്ഡിതന്മാർ കാര്യബോധമുള്ളവരാകണം, ഉമറാക്കൾ, ഉലമാക്കൾ, നാട്ടിലെ മതപരമായ നേതാക്കന്മാർ, അതേപോലെ മഹല്ലിലെ ഉത്തരവാദപ്പെട്ടവർ എല്ലാവരും ഇതിനെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദിശാബോധവും കാര്യബോധവും ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ കെടുതികളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ أستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين ما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ ജീവിതം, അല്ലാഹു നമുക്ക് നൽകിയതായിരിക്കുന്ന ശരീരം, അതേപോലെ തന്നെ ആത്മാവ്, ചിന്താശേഷി, ഇതെല്ലാം അമാനത്തായിട്ടിക്കറ്. നമ്മുടെ മക്കൾ അത് അമാനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. പലപ്പോഴും നാം ഇത് കേൾക്കുന്നവരായത്താണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നില്ല. എന്തായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്? സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കാക്കണം, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. മയ്യാവല വ അഹ്ലീകും, രണ്ടാമത് അല്ലാഹു തആല ചൊല്ലുന്നത്, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഫാമിലികളെയും നിങ്ങൾ കാക്കണം. എന്തിൽ നിന്ന്? നാറാ വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യനും അതുപോലെ തന്നെ കല്ലുകളുമെല്ലാം ഇന്ധനമാകര ഫൂവലാകര ആ നരകമുണ്ടല്ലേ, ആ നരകത്തിൽ നിന്നിട്ട് നിങ്ങൾ കാക്കണം. നിങ്ങളെ കാക്കണുണ്ട് അല്ലാഹു തആല ചൊന്തു. നിങ്ങളെ മാത്രം നരകാഗ്നിയിൽ നിന്നിട്ട് രക്ഷിച്ചെങ്കിൽ മയ്യാവുല. ഓരോ മനുഷ്യനും അവനെ മാത്രം, ഞാൻ ഓക്കെയാണ്, ഞാൻ നല്ല തൗഹീദുള്ളവനാണ്, ശിർക്കൊന്നും ചെയ്യുന്നില്ല, നിസ്കാരമെല്ലാം കൃത്യമായി നിസ്കരിക്കരേ, മയ്യാവുല. വ അഹ്ലീകും, നിങ്ങളുടെ ഫാമിലികളെയും നിങ്ങളുടെ കുടുംബത്തെയും. ഏതൊരു ഫാമിലിയുടെ, ഏതൊരു കുടുംബത്തിലെ നായകത്വത്തിലെ ഹൊണകാരിക്ക് നിങ്ങൾക്ക് തന്നറോ, അവർക്ക് വേണമായ ശിക്ഷണങ്ങളും അദബുകളും തർബിയത്തുകളുമെല്ലാം നൽകി അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാകുന്നതിന് വേണ്ടി കഠിനമായ നിലക്കുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അവർക്ക് ആവശ്യമായ തർബിയത്ത് നിങ്ങൾ നൽകണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നല്ല പോലെ നിങ്ങളുടെ ഫാമിലികൾ, നിങ്ങളുടെ മക്കൾ, അതാണ് മക്കളായാലും പെൺമക്കളായാലും, നല്ല പോലെ നിങ്ങളെ പരിശോധിക്കണം. അങ്ങ് ആറുമായിട്ട് കൂട്ടുകൂടുന്നു, എവിടെയെല്ലാം പോകുന്നു, വൈകിയാൽ എന്തുകൊണ്ട് വൈകി, അവരെ ബാഗുകൾ പോലും നിങ്ങൾ ചെക്കാക്കണം. അവർ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ആ ബാഗുകളുടെ അകത്ത്, സ്കൂളിൽ പോകുന്നവരായാലും കോളേജുകളിൽ പോകുന്നവരായാലും എന്തെല്ലാമുണ്ട് അവരുടെ പുസ്തകത്തിൻ്റെ ഇടയിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമിൻ്റെ സ്ഥാപനങ്ങൾക്ക് പോലും, ഖുർആനും ഹദീസും പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് പോലും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ ലഹരി മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം. അല്ലാഹു തആല ചൊല്ലുന്നു, നിങ്ങളുടെ കുടുംബത്തെ നല്ല പോലെ നല്ല പോലെ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, നല്ല പോലെ നിങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തണമെന്നാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. ഓരോന്നും നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് എന്തെങ്കിലും വിചിത്രമായ, നിങ്ങൾക്ക് അറിവില്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ, അത് ചിലപ്പോൾ കാണണമെങ്കിൽ ചോക്ലേറ്റ് പോലെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂക്കിലേക്ക് വലിക്കുന്നത് പോലെയുള്ള സാധനമായിരിക്കും. കിട്ടിയാൽ നിങ്ങൾക്കതിനെപ്പറ്റി അറിവില്ലെങ്കിൽ നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക, പഠിക്കുക, ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് ഈ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലികളെ, നിങ്ങളുടെ കുടുംബത്തെ, ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ കുടുംബത്തെയെങ്കിലും ഇത്തരത്തിലുള്ള മാരകമായ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. ഇനി നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ച് പിന്നെയും അവർ നരകത്തിൻ്റെ വഴിയിലേക്കാണ് അവർ പ്രവേശിക്കുന്നതെങ്കിൽ, മയക്കുമരുന്നിന് അടിമകളായി അവർ മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെല്ലാം നിലക്കതിരെ തടയണുക സാധിക്കറോ അതെല്ലാം നിങ്ങൾ എന്താക്കണം, വിനിയോഗിക്കണം. എല്ലാത്തിനും പുറമെ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന.
റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാത്തിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആത്മാർത്ഥമായ നിലക്കുള്ള പ്രാർത്ഥനയും വേണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിലക്ക് വ്യക്തമായ ധാരണ, വ്യക്തമായ കാഴ്ചപ്പാട് മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. അതേ പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ എന്ന് ഞാൻ ഇവിടെ പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്ത് അപകടങ്ങളിൽ നിന്ന്, എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ കലക്ഷനായി ടിക്കർ എല്ലാവരും ഉദാരമായ നിലക്ക് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യണം. ഈ പള്ളി അള്ളാഹുവിൻ്റെ ഭവനം, തൗഹീദിൻ്റെ ഈ ഭവനം നല്ല നിലക്ക് സുഗമമായ നിലക്ക് മുമ്പോട്ട് പോകണമോ നിങ്ങളുടെ സംഭാവന വളരെ ആവശ്യമായി. ടിക്കർ ഓരോ ആണും പെണ്ണും ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം, പ്രത്യേകമായി അറിയിക്കറേ. അതേപോലെ നാളത്തെ ശനിയാഴ്ചത്തെ ക്ലാസ് എല്ലാ സഹോദരിമാർ ലേഡീസിൻ്റെ ആ ക്ലാസ്സിൽ ഭാഗഭാക്കാകണം. അതിൽ നിങ്ങൾ ഭാഗഭാക്കിയായാൽ, പ്രത്യേകിച്ചും ഉമ്മമാർ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ ഇസ്ലാമിൻ്റെ അറിവുകൾ നിങ്ങൾ നേടിയെങ്കിൽ മാത്രമായി ടിക്കർ നിങ്ങളെ മക്കൾക്ക് ആവശ്യമായ അദബും തർബീയത്തും എല്ലാം തന്നെ നൽകണകാകരുത്. അതുകൊണ്ട് ആ ക്ലാസ് നഷ്ടപ്പെടാതെ എല്ലാവരും, എല്ലാ സഹോദരിമാരും അതിൽ ഭാഗഭാക്കാകണോട്ട് പ്രത്യേകമായി ചൊല്ലറേ. പ്രാർത്ഥിക്കണക്ക് വേണ്ടി, ദ്വാരക്കണക്ക് വേണ്ടി കുറേ ആളുകളെല്ലാം അവരവരുടെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളയാളുടെ ഉമ്മാക്ക് വേണ്ടി ആശുപത്രിയിലും മറ്റുമെല്ലാം തന്നെ കഴിഞ്ഞു കൂടുന്ന ഒരു ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണക്ക് വേണ്ടി ചൊന്നൂറു നമ്മുടെ ഇടയിൽ നിസ്കരിക്കണക്ക് വേണ്ടി ഒരാൾ തന്നെ ആയിട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് പൂർണ്ണമായ ആഫിയത്തോടെ, സിഹത്തോടെ, ദീർഘായുസ്സോടു കൂടി ആ ഉമ്മാക്ക് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ, കാമിലായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ എത്രയോ പേർ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ചെറുതും വലുതുമായ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.